ഹായ്, റീന ഫ്രാൻസിസ് പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ ഇടുന്നുണ്ട്. മിക്കവാറും വീഡിയോസിലൊക്കെ തന്നെ ക്രിസ്ത്യാനികളെ എടുത്ത് വെച്ച് കൊടുക്കുന്നത് കാണാം, മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് എടുത്ത് വെച്ച് പറയുന്നത് കാണാം. അങ്ങനെ പുള്ളിക്കാരത്തി തോന്നുന്ന രീതിയിലുള്ള ഭയങ്കരമായ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. വക്കഫ് ബോർഡിനെ കയറി കഴുത്തി പിടിച്ചിരിക്കുകയാണ്. ഇന്ന് നാളെ തന്നെ വക്കഫ് ബോർഡിനെ അവൾ ഇല്ലാതാക്കുമെന്നാണ് അവളുടെ ഒരു രീതിയൊക്കെ കണ്ട് നമുക്ക് തോന്നുന്നത്. വിഷയം അതല്ല. എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത് ഒരു യൂട്യൂബർ ഇതിനെക്കുറിച്ച് എടുത്തു വെച്ച് പിന്നെ പറയുന്നതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ചുരണ്ടിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ മൈന്യൂട്ട് മിസ്റ്റേക്സ് വിൽ ബി ദെയർ. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ബിക്കോസ് ഞാൻ ഒരുപാട് തേടി നോക്കി ഇത് എവിടെയാണ്, ഏതിനകത്താണ് ഈ കൊച്ചത് പബ്ലിഷ് ചെയ്തതെന്ന് കണ്ടില്ല. ഇത് മറുപടി പറയാൻ അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് മാത്രം ഈ വീഡിയോ ഞാൻ കട്ടെടുത്തതാണ് കേട്ടോ, ഒരാൾ പബ്ലിഷ് ചെയ്തതിൽ നിന്നാണ്. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം, ഒരു സൂചന തരാനുണ്ട്. ഞാനിത് ആരെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് എന്നുള്ള രീതിയിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹലോ, പഴയ കുറേ വീഡിയോസ് ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് വേണം ഞാൻ സൂചിപ്പിക്കാനാണോ ഇറങ്ങിയെന്നുള്ളത് കേൾക്കാം. പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞിട്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫീലിങ്ങും തോന്നാറില്ല. പിന്നെ എന്താ പറയണേ, പണ്ട് എൻ്റെ ഉപ്പുപ്പാട ചന്തിയിലൊരു കുരു ഉണ്ടായിരുന്നു. ആ കുരു കൊണ്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് അതിപ്പോൾ ചിച്ചിയാണെന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് വരണ്ട. അന്നത്തെ കുരു ഞങ്ങൾ കുത്തി പൊട്ടിച്ച് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മരുന്നും വെച്ചത് പുറത്തു. ഇനി ആ കുരുവും കൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരണ്ട. വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കേണ്ട, ഞാൻ മാന്തി വിടും. അതിൽ തർക്കമില്ല. എനിക്ക് ഇന്നാരിന്നൊന്നുമില്ല. വസ്തുനിഷ്ഠപരമായി അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഞാൻ മതവാദിയോ തീവ്രവാദിയോ എച്ചുമുച്ചിലിയുമോ അല്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോകണ്ട. വിഷയം പറ. സുനിത ദേവവേശിയ, അത് തന്നെ. അവൾ സുനിത ദേവദാസി എന്ന് പോലും വിളിക്കരുത്. സുനിത ദേവവേശിയാണ് അവള്. വേശ്യ. അലിയാർ ഖാസ്മിക്കും സുഡാപ്പികൾക്കും കിടന്നു കൊടുക്കുന്ന വേശ്യ. ആ പെൺകൊച്ചിനെ ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് ഈ പെണ്ണ് പറഞ്ഞതിന്റെ പിന്നിലുള്ള ആ ഒരു ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അലിയാർ ഖാസ്മിക്കും വേറെ ആർക്കൊക്കെയോ എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്ന പെണ്ണാണെന്ന്. ഇവളായിരുന്നു അവളുടെ ഏജന്റ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് അറിയത്തില്ലേ? എന്തോ സംതിങ്, എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നില്ലേ? ഞാൻ ഇതിന് സുഡാപ്പികളെ പറയുള്ളൂ. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളെ ഞാൻ പറയുള്ളൂ. അവർ ദീനിന്റെ വഴി കൂടെ നടക്കണം. വല്ല കാര്യമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഈ ദീനൊക്കെ വിട്ടൊന്ന് നടക്കണം. നിങ്ങൾ ഈ മരണശേഷം സ്വർഗത്തിൽ ചെന്നിട്ട് പിന്നെ അവിടെ ആളെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് അവളുടെ പ്രശ്നം. അവളിവിടെ ആ ബിസിനസ് നടത്തുകയാണ്. അതുകൊണ്ടാണ് അത്ര ഈസി ഗോ ആയിട്ട് അത് വായിലേക്ക് വരുന്നത്. ഇവിടെ അഭിസാരികയായി നടക്കുന്ന ഈ പറയുന്ന റീന കുട്ടിക്ക് നിങ്ങൾ മാർക്കറ്റിൽ സ്പേസ് കൊടുക്കുന്നില്ല. ഇസ്ലാമിനെ കിട്ടുന്നില്ല അവൾക്ക്. അതാണ് അവളുടെ പ്രശ്നം. അവൾക്ക് അതാണ് പ്രോബ്ലം. അതാണ് ആ ഫ്രസ്ട്രേഷനാണ് അവൾ ഇങ്ങനെ തീർക്കുന്നത്. നിങ്ങൾക്ക് ഇനി അവൾക്ക് മനസ്സിലാവാത്തതാണ്. ഇത്രയധികം മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കിട്ടത്തില്ല എന്നുള്ളതാണ് അവൾക്ക് മനസ്സിലാകുന്നില്ല. ആ ദേഷ്യവും ആ നിരാശയുടെ ആ മധ്യഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനാണ്. പിന്നെ സുനിത ഷുഡ് സ്പീക്കപ്പ്. അങ്ങനെ എപ്പോഴും നമ്മൾ വെറും ഒരു മുഖംമൂടി ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചില ഇടങ്ങളിൽ മറുപടി കൊടുക്കേണ്ടടുത്ത് മറുപടി കൊടുക്കുക തന്നെ വേണം. പിന്നെ ഇതിനകത്ത് ഒരു വിരോധാഭാസമുണ്ട്. അത് വഴി ഇതിലാണ് കേൾക്കാം. അത് ശരി. സുനിത ദേവദാസിന്റെ കൈ ആലിപ്പഴം പറക്കാൻ പോവും. അവരെ കയ്യിൽ വേറെന്തര സാധനം ഇരിക്കുന്നത്. നീ അടിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് നിന്ന് തരേണ്ട ഒരു മുഖം കൊണ്ടുവന്ന്. നീ അവർ ഓങ്ങി ഇറങ്ങി എനക്കൊന്ന് നിന്നാൽ നീ ട്രെയിൻ കയറിയണക്കായി പോവും. എന്തൊരു പെണ്ണേ, കുന്നിക്കുരു പോലെ ഇരുന്നിട്ടാണ് ഈ വർത്താനം അത്രയും പറയണത്. ഈ തീട്ടത്തി വീണ ഒരു കുന്നിക്കുരുവാണ് ഇവള്. അത്രയ്ക്ക് മാത്രം ദേഷ്യമുണ്ട് ആ നാളേക്ക് പറഞ്ഞവള്. അവള് സുഡാപ്പികൾക്ക് പിന്നെ കൂട്ടിക്കൊടുത്തോണ്ടിരിക്കും. അവള് കാനഡയിൽ കിടന്നിട്ട്, ക്രിസ്ത്യ രാജ്യത്ത് പോയി കിടന്നിട്ട് അവക്ക് സുഡാപ്പികൾക്ക് കൂട്ടിക്കൊടുക്കുന്നതാ പരിപാടി. ഇതാണ് പറഞ്ഞ വിരോധാഭാസം. കാനഡയിൽ ക്രിസ്ത്യൻ രാജ്യത്താണ് പോയി കിടക്കുന്നത്. അവിടെയുള്ള സുഡാപ്പികളെ ആണ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ തർക്കിക്കത്തില്ലായിരുന്നു. അവിടെ ഇല്ല. ഇനി അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർ മതപരമായ രീതിയിൽ അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരാണ്. കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവക്ക് കുത്തിക്കഴപ്പ്. ഇവക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അവരെ കിട്ടത്തില്ല. ഇവൾ പറയുന്ന രീതിയിലുള്ള വ്യഭിചാരശാലകളിലേക്ക് അവരെ കിട്ടാത്തതിൻ്റെ കൊതിക്കറ് കൊണ്ടാണ് ഈ പെണ്ണുമ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇങ്ങനത്തെ മനസ്സിലായി? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കേരളത്തിൽ കിടക്കുന്ന ഇന്ത്യൻ ജനതയെ ഇതുപോലെ ആർക്ക് കൂട്ടി കൊടുക്കണമെന്നും കൂടെ പറഞ്ഞെങ്കിൽ കുറച്ച് സൗകര്യമായിരിക്കും. ഇതിപ്പോൾ കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിൻ്റെ രേഖ വല്ലതും ഉണ്ടോ? എളുപ്പ വഴിയാണ് അല്ലേ ഏതെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോൾ കൂട്ടി കൊടുക്കണമെന്ന് അങ്ങ് പറയാനായിട്ട്. സ്വന്തമായി ചെയ്യുന്ന പാടി അതായത് ഇപ്പോൾ ഞാനത് ചെയ്യുന്നെങ്കിൽ പിന്നെ അത് തന്നെ പറയും. അത് തന്നെയാണ് പെട്ടെന്ന് നാക്കിൽ വന്നാൽ നീ അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ സുനിത ചേച്ചി ഈ ഒരു കാര്യത്തിന് മറുപടി കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഫ്രാൻസിസ് അല്ല മോള് റീന ഫ്രാൻസിസ് മോക്ക്
കൊതിക്കറുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് സോ അൺഫോർച്യൂൺ. ഇനി വളരെ ചാൻസ് കുറവാണ്. വേണമെങ്കിൽ എച്ച് മുസ്ലിമിനെ നോക്കുക, അവർ പിന്നെ കുത്തിക്കഴപ്പം കൊണ്ട് നടക്കുകയാണ്. അവന്മാരിൽ ആരെങ്കിലും വന്ന് കയറുക, ആരിപ്പണ്ണ നടക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നീ എപ്പോഴും കളിയാക്കുന്ന മറ്റേ പരിപാടിയില്ലേ, അതാണ് ഞാനോട് ഇൻട്രസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും നീ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് സമാധാനം, അവനിക്കും സമാധാനം. അത്രയേ ഉള്ളൂ. ഇന്ത്യ മഹാരാജ്യം എന്ന ജനാധിപത്യ രാജ്യത്താണോ നീ ജീവിക്കുന്നേ? ഭയപ്പെടേണ്ട സമയമെടുത്തിരിക്കുന്നു. മദ്രസകൾ പഠനം എന്ന് പറയുന്നത്, മദ്രസയിൽ ഒരുവൻ 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ അവന് സാധാരണഗതിയിലുള്ള 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് തുല്യമാണ്. മദ്രസയിൽ അവൻ ഏതോ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവൻ +2 വിദ്യാഭ്യാസത്തിന് തുല്യമാണ്. ഇത് വിവരക്കേടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ മദ്രസകൾ ഞാൻ പറഞ്ഞില്ല 6ാം ക്ലാസ് 7ാം ക്ലാസ് മാക്സിമം, അതിന് മേളിൽ പോകാറില്ല. പിന്നെ വേണമെങ്കിൽ ഉപരിപഠനത്തിന് പോവുകയാണെങ്കിൽ ഇപ്പം അത് ഹിന്ദിക്കും ഉണ്ട് അങ്ങനെ ഒരു സെക്ഷൻ. ഞാൻ ഹിന്ദി പ്രചാര സഭയിലാണ് പഠിച്ചത്. അതിൽ പ്രഥമ, ഭൂഷൺ അങ്ങനെ കുറേ ടേമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോഴ്സുണ്ട്, ഒരു ചെറിയ ഒരു എക്സാം. ആ എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ കയ്യിൽ കിട്ടും. അത്രയേ ഉള്ളൂ. അതിപ്പം ചെറിയ ഇതിൽ തൊട്ട് നമ്മൾ അതേപോലെ ഒരു പാരലൽ സംവിധാനം മാത്രമാണ് ഈ മസ്ജിദുകളിൽ. ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മളെ ഈമാനും ദീനിബോധവും ഒക്കെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പഠിപ്പിക്കും. പിന്നെ ഖുർആൻ പാരായണം പഠിപ്പിക്കും. 7-8 ക്ലാസ്സുകൾക്ക് ശേഷമാണ് ഖുർആൻ്റെ അർത്ഥതലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ആ ഖുർആൻ കൊണ്ട് പിന്നീട് ഉപജീവനം നടത്തണമെന്നുള്ളവർക്ക്, ഖുർആൻ കൊണ്ടെന്ന് പറയുമ്പം മതപഠനം നടത്തുക, ടീച്ചറാവുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ പഠനം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോകുന്നവർക്ക് ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് പാരലായ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കും. ഇതല്ലാതൊരു സാധനമുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയില്ല, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണ് ആദ്യം വന്നത് ഈ ഇസ്ലാം മതവിഭാഗക്കാരെ പറ്റി പഠിക്കാനും അതിന് വേണ്ടിയിട്ട്. പിന്നെ സച്ചാർ കമ്മീഷൻ വന്നു. അതിനുശേഷം പോരാണ്ട് പാലോളി മുഹമ്മദ് കുട്ടിയാണ് നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിംസിൻ്റെ ഒരു റിസർച്ച് നടത്തിയിട്ട് അതിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇത്ര പ്രശ്നം ഉണ്ടെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പം സച്ചാർ കമ്മീഷൻ പ്രകാരം നോർത്ത് സൈഡിലുള്ള ഒരുപാടിടങ്ങളിൽ സ്കൂളുകളില്ല. ഇവിടെയാണ് നമുക്കിവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ വന്നപ്പം ഒരു കുട്ടി നടന്നു പോയാൽ കാല് കഴയ്ക്കുന്നിടം വരെ, അവർക്ക് കാല് കഴയ്ക്കാൻ പാടില്ല, അത്ര ദൂരത്തിൽ സ്കൂളുകൾ വേണമെന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ വന്നിട്ടുണ്ട്. അത് മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്നതാണ്. അത് വേറെ സെക്ഷനാണ്. പക്ഷെ അത് ഉണ്ടാകുന്നതിന് മുമ്പ്, അതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഈ നോർത്ത് സൈഡുകളിലൊക്കെ തന്നെ മദ്രസകൾ മാത്രമേ ഉള്ളൂ. മറ്റു മതവിഭാഗക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന്മാർക്കാണ് അവർ ഈ വേദപഠനങ്ങൾ. ബാക്കി താഴ്ന്ന വിഭാഗക്കാർക്ക് പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ അതിനെ ബ്രാഹ്മൺസിനാണ് അവർ കൺസേൺ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ പഠിക്കണമെന്നില്ല, ചൂത്രം പോലും പഠിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ വിഭാഗക്കാരങ്ങനെയല്ല, അവർക്ക് മസ്ജിദിൽ കമ്പൽസറിയാണ്. അപ്പോൾ ആ വിഭാഗത്തിലുള്ള മനുഷ്യർക്ക് ഉന്നതി ഉണ്ടാകണമെങ്കിൽ, പുരോഗമനം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം അത്യാവശ്യം വേണ്ട ഗണിതം, അങ്ങനെയുള്ള ഭൂമിശാസ്ത്രം, അങ്ങനെ ആ കാര്യങ്ങളും കൂടെ പഠിപ്പിച്ചു കൊടുക്കുക. ആ പഠനത്തിനുള്ളൊരു എമൗണ്ട് മദ്രസകൾക്ക് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് നിർത്തലാക്കാനാണ് ഇപ്പോൾ ഇവന്മാരൊരു കുത്തിത്തുകഴപ്പം കൊണ്ടുവന്നത്. ആ ഒരവസ്ഥ കേരളത്തിലില്ല. നോർത്ത് സൈഡിലുള്ള ചില ഓണംകേറ മൂലകളിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ട്. അവിടെ ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. അത് സ്കൂളുകളാക്കി എടുക്കുക. ഈ ഞാൻ പറഞ്ഞില്ല, ലോകത്തെ ആദ്യത്തെ സർവകലാശാല വന്നതും ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊണ്ടുവന്നതാണ്. അതും ഇസ്ലാം വംശജയാണ്. അവർ കൊണ്ടുവന്നത് ആദ്യം അതൊരു മസ്ജിദായിരുന്നു. ക്രമേണയാണ് അത് ലൈബ്രറി ആക്കുന്നത്. അതിനുശേഷമാണ് അത് സർവകലാശാലയെ പുരോഗമിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഈ വിഭാഗക്കാരെ ശരിക്കും ദീനിബോധം ഉള്ള അവരുടെ മറ്റു വിഭാഗങ്ങളും കൂടെ പഠിപ്പിച്ച് അവരെ ശരിക്കും നല്ലൊരു പൗരന്മാരാക്കി എടുക്കാനുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ എഫേർട്ടാണ് നിങ്ങൾ ആ കണ്ടത്. അതിനെയാണ് ഇവിടെ വക്രീകരിച്ച് പറയുന്നത്. സംഖ്യകൾ മൊത്തം എടുത്തു വെച്ച് പറയുന്നത് അതാണ്. ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയില്ല. ഇപ്പോൾ വഖഫ് ബോർഡൊക്കെ വന്നു. അല്ലാതെ തന്നെ ഇസ്ലാമിയരൊക്കെ തന്നെ നല്ല യൂണിറ്റി ഉണ്ട്. അവർ പരസ്പരം സഹായിക്കുന്നു. എല്ലാവർക്കും എഡ്യൂക്കേഷൻ മസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, നിർബന്ധമാണ്. ഈ ജനാധിപത്യ രാജ്യം എന്നത് പോട്ടെ, ഇന്ത്യയിൽ 10ാം ക്ലാസ് വരെ എല്ലാ പൗരന്മാർക്കും നിർബന്ധിത വിദ്യാഭ്യാസമുണ്ട്. അത് ചെയ്യാത്തത് ആരുടെ കുറ്റമെന്ന് എനിക്കറിയത്തില്ല. ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രൈമാണത്. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക്, ഹിന്ദു കുഞ്ഞുങ്ങളും ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളും ഗവൺമെന്റിന്റെ അണ്ടറിൽ പോയിട്ട് പഠിക്കണം. ഇവന്മാരുടെ മക്കൾക്ക് മാത്രം മദ്രസയിൽ പോയിട്ട് അവന്മാരുടെ മതം തലയിൽ കുത്തിക്കയറ്റുന്നതിന് ഇന്ത്യൻ സർക്കാർ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും നികുതി പണവും കൂടി ചേർത്ത് വെച്ച് ഇവന്മാർക്ക് ആദായവും പലിശയും എല്ലാ ഇതും കൊടുക്കണം, ആനുകൂല്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു പ്രശ്നമാണ് ഇവരിത് തലതിരിച്ച് പറയുന്നത്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നോർത്ത് സൈഡിലുണ്ട്.
ഇവിടെയോട്ടില്ല. അപ്പം പലരും ഇവിടെ തർക്കബുദ്ധിയോട് വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്രസയിൽ നമ്മളല്ലേ പേയ്മെന്റ് കൊടുക്കുന്നു, ഇവരിവിടെ കൊടുക്കുന്നു, ഇവരെന്തിനാ ഈ ഡിമാൻഡ് പറയുന്നതിന്റെ റീസൺ ഇതാണ്. ആ മേഖലകളിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടാറില്ല. അവിടെ മുസ്ലിം കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ, അതും മതപഠനം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ കൂടെ ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്കെങ്കിലും പഠനം വരട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം അവിടെ കുത്തികയറ്റിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് അറിയാവുന്നത്. ന്യൂനപക്ഷത്തിന്റെ പേരിലാണ് ഇസ്ലാം മതം വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ന്യൂനപക്ഷം ആരാ? ക്രിസ്ത്യാനിയാ ന്യൂനപക്ഷം ഇപ്പോൾ. പക്ഷെ ആ ക്രിസ്ത്യാനിക്ക് ആനുകൂല്യമുണ്ടോ? ഇത് മേടിച്ചു തരാൻ നിങ്ങളുടെ ക്രിസ്ത്യൻ പാതിരിമാർ തയ്യാറാണോ? നട്ടലില്ലാത്തവന്മാരല്ലേ? ആണും പെണ്ണും കെട്ട ചികണ്ടികളെയല്ലേ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ? നിന്റെ ന്യൂനപക്ഷ ആവശ്യങ്ങളെ പോലും ചോദിച്ച് നട്ടലോടെ നിനക്ക് മേടിച്ചു തരാൻ കഴിവ് കെട്ട ഒരുത്തനെ നീയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഗതികേടെന്നേ പറയത്തുള്ളൂ ക്രിസ്ത്യാനി. ഈ പറഞ്ഞത് ഒരു പോയിന്റ് ആണ് കേട്ടോ. കാരണം വെളിവില്ലാതെയാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞെങ്കിൽ അതൊരു കാര്യമാണ്, കാര്യപ്രസക്തമായ കാര്യമാണ്. ഈ ക്രിസ്ത്യാനിറ്റിയിൽ ലത്തീൻസിന് അറിയാമല്ലോ, ലത്തീൻസ് OBC കാറ്റഗറിയാണ്. ലത്തീൻസ് എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുമത വിശ്വാസത്തിലെ താഴ്ന്ന വിഭാഗക്കാർ മതം കൂടുന്നതാണ് ഈ ലത്തീൻ വിഭാഗം. അത് പറയര് പൊലേര് അങ്ങനെയുള്ളവരാണ് ലത്തീൻസ് ആയിട്ട് വരുന്നത്. മത്സ്യ മേഖലയിലുള്ളവരൊക്കെയാണ് ആ വിഭാഗത്തിൽ വരുന്നത്. അവരെ താഴ്ന്ന വിഭാഗക്കാരായിട്ട് തന്നെ അവർ തന്നെ അംഗീകരിക്കുകയും അവർക്ക് സംവരണം വേണമെന്ന് അവരുടെ ഫാദേഴ്സ്, അവരുടെ അച്ഛന്മാരൊക്കെ പോയി പറയുകയും ഞങ്ങൾക്ക് അങ്ങനെ മതി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സംവരണം കിട്ടിയിട്ടുണ്ട്. അക്കൂടെ തന്നെ അവർക്ക് ഈ OBC കാറ്റഗറിയാക്കി അവരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സംവരണം കമ്പൽസറി ആയിട്ട് കിട്ടും. പിന്നെ ന്യൂനപക്ഷ സംവരണം എന്നുള്ള രീതിയിലേ മറ്റുള്ളവർക്ക് കിട്ടുള്ളൂ. ന്യൂനപക്ഷമായതുകൊണ്ട് ഒരു ന്യൂനപക്ഷ സംവരണം, അത് വലിയ ഇതേപോലെ ഒരു സംവരണം കിട്ടത്തില്ല. പിന്നോക്ക സംവരണം എന്നൊരു ടേമിൽ അവർക്ക് കിട്ടത്തില്ല. ഇപ്പം പിന്നോക്ക സംവരണം കിട്ടാത്തതിൻ്റെ കാരണം അതെന്ന് പറഞ്ഞാൽ RC തൊട്ട് അങ്ങോട്ടുള്ളവരൊക്കെ അവരൊക്കെ പറയണതെന്ന് പറഞ്ഞാൽ ഏതോ ഒരാൾ ഇവിടെ വന്നായിരുന്നല്ലോ, എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അങ്ങനെ എന്തെന്നാ മതം കൂടിയത്, ബ്രാഹ്മൺസ് മതം കൂടിയെന്നാണ് അവർ പറയണേ. അവർക്ക് സംവരം വേണ്ടെന്ന് പറഞ്ഞു. അത് ആ കൊച്ചു പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ആ പെണ്ണിന് അത് ബോധം ഉണ്ടായി പറഞ്ഞതാണ്. കാര്യവിവരമില്ലാതെ പറയുന്നതെങ്കിൽ അതൊരു കാര്യമാണ്. അന്ന് ഫാദേഴ്സൊക്കെ നിന്നുകൊണ്ട് പറഞ്ഞു, അവരുടെ ബിഷപ്പന്മാരും ബാക്കിയുള്ളവരൊക്കെ നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഉന്നത കുലജാതരാണ് എന്നാണ്. അവർ ക്രിസ്ത്യാനികളല്ല കേട്ടോ. അതായത് ക്രിസ്തുമതം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താ ഈ മാമോദിസ മുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നാമത്തിലാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എല്ലാവരും തുല്യരാണ് എന്നൊരു കൺസേൺ ഉള്ള അവർക്കിടയിൽ പോലും ബ്രാഹ്മണ്യവും മറ്റേ നീചതവും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ RCയും ലത്തീൻസും തമ്മിലുള്ള ആ ക്വയറ്റ് ഡിഫറൻസ്. അത് കൂടുതൽ പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അത് കൂടുതൽ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു വിഭാഗീയത അവർക്കിടയിൽ തന്നെയുണ്ട്. അവർ വേണ്ടാന്ന് പറഞ്ഞത് പിന്നെ സർക്കാർ വന്നിട്ട് കുത്തിത്തിരുകാൻ പറ്റൂ? ന്യൂനപക്ഷത്തിൻ്റെ സംവരണം അവർക്ക് കിട്ടും. പക്ഷെ പിന്നോക്ക സംവരണം കിട്ടുന്നത് ലത്തീൻസ് വിഭാഗക്കാർക്ക് മാത്രമാണ്. അത് അങ്ങനെ കൊടുത്തിട്ടില്ല വെച്ചാൽ അവിടുന്ന് കൂടുതൽ ആൾക്കാർ ഇറങ്ങി പോവുകയും ചെയ്യും. ഈ ഉച്ചനീചത്വം കൂടുതലുള്ളത് കൊണ്ടാണ് ഇപ്പോഴത്തെ സെൻസസ്, ഇപ്പോഴത്തെ കണക്കെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പിന്നെ ക്രൈസ്തവ മതത്തിൽ നിന്നാണ് ആളുകൾ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരുന്നതെന്നാണ് കണക്കെടുപ്പിലുള്ളത്. ഇപ്പോഴത്തെ റെക്കോർഡ് അങ്ങനെയാണ്. അതിൻ്റെ കാരണവും ഈ വിഭാഗീയതയാണ്. ഈ ഹിന്ദു മതത്തിലുള്ള ജാതി മത വർഗീയ വ്യത്യാസങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് അവരൊക്കെ ക്രൈസ്തവ മതത്തിലേക്ക് പോയി. അവിടെ ഇത് തന്നെയാണ് തൊല്ല. അപ്പോൾ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നവനെ തിരിച്ചു വന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പൊയ്കയിലപ്പച്ചൻ. പൊയ്കയിലപ്പച്ചൻ പറയ സമുദായത്തിലെ ആളായിരുന്നു. പുള്ളിക്കാരനേക്ക് ഈ വിഭാഗീയത നന്നായിട്ട് ബോധ്യപ്പെട്ടപ്പോൾ പുള്ളി ഇതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് പിന്നെ ബൈബിൾ കത്തിച്ച് കളഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാനാണ് ദൈവം, ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യ എൻ്റെ അമ്മയും 5 ദൈവങ്ങൾ, ഞങ്ങളാണ് ദൈവങ്ങൾ, നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചാൽ മതി എന്ന് പുള്ളി തനിയെ ഒരു ഇതുണ്ടാക്കി. അത് റെക്കോർഡിക്കൽ സാധനങ്ങൾ സൂപ്പറായിട്ട് അവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള വർഗീയ വേർതിരിവുകൾ തീർച്ചയായിട്ടും എതിർക്കപ്പെടുകയും എതിർക്കപ്പെടേണ്ടതുമാണ്. അതവിടെ നടക്കുന്നുണ്ട്. അത് ആ പെണ്ണ് പറഞ്ഞത് കറക്റ്റാണ്. കാര്യം ബോധം വെളിവൊന്നുമില്ല, മറ്റേതാണ് കളിയെങ്കിലും സംഗതി ഇത് കറക്റ്റാണ്. അപ്പൊ അവന്മാർക്ക് ഇത് കേൾക്കട്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കുമ്പസാര കൂട്ടി വരുന്ന പെണ്ണിനെ കൊച്ചിനെ പിള്ളേരെ പീഡിപ്പിക്കാനും മടത്തി കയറി ഇറങ്ങി കന്യാസ്ത്രീമാരെ പീഡിപ്പിക്കാനും പിന്നെ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാനും പിന്നെ 24 മണിക്കൂറും തിന്നും കുടിച്ചും കറങ്ങി നടക്കാനല്ലേ ഇവന്മാർക്ക് നേരമുള്ളൂ. അച്ഛന്മാരെ, ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും റീന വർഗീയത പറയുന്നു എന്നുള്ളത്. ചാപ്പ കുത്തി അങ്ങ് കൊടുത്തു വെച്ചിരിക്കുകയല്ലേ എല്ലാവർക്കും. ഇന്നൊരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഹലാൽ ഹോട്ടലുകളിൽ അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒരു കൂട്ട ജിഹാദ് നടക്കുകയാണ്. ഇവരുടെ ഒരു ക്രിസ്ത്യാനിയുടെ ഏരിയയിൽ ചെന്ന് മനഃപൂർവ്വം ഒരു ഹോട്ടലിടും. ആ ഹോട്ടലിൽ അറബിക്ക് ഫുഡുകളെ കൊണ്ടുവന്ന് ഇവർ സ്ഥാപിക്കുകയാണ്. ഹലാലിനെ പറ്റി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഹലാലിനെ പറ്റിയിട്ടുള്ള വീഡിയോ അവിടെ കാണും. പക്ഷെ ആക്ച്വലി ഈ പെണ്ണ് പറയുന്നതിൽ ഒരുപാട് വിരോധാഭാസമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ മിക്കവാറും എല്ലാ മതവിഭാഗത്തിലുള്ള ഹോട്ടൽ നടത്തുന്നവരും ഈ രീതിയിൽ ഹലാലെന്ന് വെക്കാറുണ്ട്. പിന്നെ ചില ഇടങ്ങളിലൊക്കെ ഇപ്പം തന്നെ റീസെൻ്റ്ലി
ഈ ബൈജു കാക്കയില്ലേ, തീട്ടൻ കാക്ക, അങ്ങേര് ഒരു പിന്നെ ഒരിടത്ത് പോയി ഫുഡ് കഴിക്കാൻ പോയി, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പോയി. പൈസ കൊടുത്ത സമയത്ത് GPay പോയത് ഒരു മുസ്ലിമിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ആൾക്ക് ഹാലിളവി നോക്കുമ്പോൾ അവിടെ എല്ലാ ദൈവത്തിനെയും വെച്ചിട്ടുണ്ട്. അതെന്തിനാ എല്ലാ ദൈവത്തിനെയും വെച്ചാൽ അതങ്ങനെ വെച്ചാൽ അതൊരു ബിസിനസ് ടാക്ടിക്കാണ്. അതിനകത്തേക്ക് ആളുകൾ കയറാൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യും. അതുപോലെ ഹലാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം കസ്റ്റമർ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതൊരു ബിസിനസ് ഇതാണ്, അതിനപ്പുറം ഒന്നുമല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നുണ്ട്, അതായത് ഇവിടെ മുഴുക്ക കുഴപ്പമാണെന്ന് അങ്ങോട്ട് വരുത്തി തീർക്കുക, അത്രയേ ഉള്ളൂ. അല്ല അതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അക്ഷരങ്ങൾ എഴുതുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് അറബിക്കിൽ വളരാൻ വേണ്ടിയാണ്. കേരള കലോത്സവങ്ങൾക്കും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കും എല്ലാം തന്നെ അറബിക്ക് ഭാഷ എന്ന് പറയുന്നതും ഖുർആൻ പാരായണം പറയുന്നതും ഒരു പ്രത്യേകതരം മത്സരമാണ്. നിങ്ങൾക്ക് എന്താണ് ഇത് മനസ്സിലാകാത്ത? രാമായണം വായന മനസ്സിലുണ്ടോ? മഹാഭാരത വായന മനസ്സിലുണ്ടോ? ബൈബിൾ വായന എന്ന് പറഞ്ഞൊരു മത്സരമുണ്ടോ? അത് ശരിയാണ് കേട്ടോ. യുവജനോത്സവത്തിൽ അങ്ങനെ ഒരു പാരായണം വെച്ചത് ശരിയായ ഒരു നടപടിയല്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അത് ശരിയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ സംശയലേശം എന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ യുവജനോത്സവത്തിൽ അങ്ങനെ ഒരു ഖുർആൻ പാരായണം വെച്ചത്? പക്ഷെ അത് തനിയെ ഇരുന്ന് പാടിയിട്ട് കാര്യമില്ലടി. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന് എന്തായാലും മുസ്ലിം അല്ല, അങ്ങേര ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സെക്ഷൻ അതിനകത്ത് വെച്ചിട്ടുണ്ടോ? അല്ല മുസ്ലിങ്ങളൊന്നും അല്ലല്ലോ ഞങ്ങളുടെ സെക്ഷൻ അതിനകത്ത് വെച്ചേ മതിയാവുള്ളൂ. നമ്മുടെ ഖുർആൻ പാരായണം നടത്തിയെന്ന് പറഞ്ഞാൽ ആരും ഒന്നുമില്ല. യഥാർത്ഥത്തിൽ മതവിശ്വാസികൾ മറ്റൊരാൾ അതെടുത്ത് വെച്ച് വായിക്കുന്നതിനോട് വലിയ ഇതൊന്നും കാണിക്കുന്ന ആൾക്കാരും അല്ല. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെ എന്തിനാണ് അത് അങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്? അത് ഒരു മത്സര ഐറ്റം ആയതുകൊണ്ടാണ്. അതൊരു ഭാഷയാണ്. നമ്മൾ ഈ അറബിക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല, അതൊരു ഭാഷയാണ്. തമിഴ് പോലെ സംസ്കൃതം പോലെ ഒരു ഭാഷയാണ്. സംസ്കൃതത്തിൽ ശ്ലോകം ചെല്ലാലോ, അങ്ങനെ മത്സരമില്ലേ അവിടെ? പിന്നെന്താ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയതാണെന്നാ ഏത് രാമായണം? നല്ല കാര്യമല്ലേ? അതൊരു പദ്യമല്ലേ? നീ പദ്യരൂപേണ അതങ്ങോട്ട് തട്ടിക്കൂടെ? അങ്ങനെ അതിനൊരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തുകൂടെ? എന്ത് വായ്ത്താളമാണ് അടിക്കുന്നത് എന്തോ. സ്കൂളുകൾ വിദ്യാഭ്യാസങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരെ നിങ്ങൾ സ്പെഷ്യലാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മതേതര രാജ്യത്തിനകത്ത് എന്താ പറയുക, ജനാധിപത്യ രാജ്യത്തിനകത്ത് നിങ്ങൾ സ്പെഷ്യലാക്കി വെച്ചിരിക്കുകയാണ്. സുനിത ദേവവേശ്യ അത് തന്നെ. ഈ വിഷയമാണ് നമ്മൾ കൂടുതൽ എടുത്ത് വെച്ച് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ സ്ത്രീ അവരെ വിളിച്ച ആ ഒരു പോക്രിത്തര വേർഡ് അത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഇസ്ലാം മതവിഭാഗക്കാരെ ഒറ്റപ്പെടുത്തുകയും അവരെ മറ്റൊരു രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന സുനിത ആയതുകൊണ്ടാണ് സുനിതയെ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആ രീതിയിൽ ബൾഗർ, ഇപ്പം ആരിഫ് മുഹമ്മദ്, അയാളുടെ പേര് ആരിഫ് എന്നല്ലേ, സംഘി ആരിഫിനെതിരെ സുനിത കേസ് കൊടുക്കാത്തത് ഒരിക്കലും നല്ലൊരു പരിപാടിയല്ല. ഒരു സ്ത്രീയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും മോശമായ രീതിയിൽ അവഹേളിച്ചതിനെതിരെ അറ്റ്ലീസ്റ്റ് ഒരു ഓൺലൈൻ പെറ്റീഷനെങ്കിലും സുനിത കൊടുക്കേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. മൗനം അവരുടെ വിജയമാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവർ പറയുന്ന കണക്കുള്ള ജാതി വേർതിരിവും പ്രശ്നങ്ങളും ഒക്കെ ഇസ്ലാം മതത്തിലില്ല. തോമാസ് ലീഗ മറ്റേ ബന്ധം കൂടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സംവരണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിന്നുകൊണ്ട് മറ്റവരുടെ സംവരണം കണ്ട് അന്താളിച്ചിട്ടൊന്നും കാര്യമില്ല. അതിവിടെ കാലങ്ങളായി ചർച്ചകൾ വെക്കുകയും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നാലും ശരി തന്നെ അല്ലാതെയും ഒക്കെ തന്നെ ഒരുപാട് പേര് അതിനെപ്പറ്റി അന്വേഷണം നടത്തുകയും കമ്മീഷൻ വെച്ച് അതിൽ കൂടെ തന്നെ അന്വേഷണങ്ങളിൽ കൂടെ വെളിവായ കാര്യങ്ങൾ വെച്ചാണ് അവർക്ക് സംവരണം കൊടുത്തിട്ടുള്ളത്. ഈ രാജ്യത്ത് പീഡിതരായാലോ ന്യൂനപക്ഷമായി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ക്രമേണ കുറഞ്ഞ ആൾക്കാരായിരുന്നു, കുറഞ്ഞെന്ന് വെച്ചാൽ അളവിൽ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ തന്നെ സംവരണം കൊടുക്കുക എന്നുള്ള അക്കാലഘട്ടത്തിൽ ഒരു രീതിയായിരുന്നു. ഇപ്പോഴും അത് അനുവർത്തിച്ചു പോരുന്നുണ്ട്. സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഒരിക്കലും സംവരണം നടത്താൻ ഒക്കത്തില്ല. സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്ത് സംവരണം വന്നാൽ ആ രാജ്യം മതപതനത്തിന്റെ വക്കിലാണ് എന്നാണ് അർത്ഥം. സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല ഒരിടത്തും ഒരു സംവരണം കൊണ്ടുവരേണ്ടത്. ഇതേപോലെ തന്നെ പലപ്പോഴും ഈ സംവരണത്തിന്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വൾഗറായിട്ടുള്ള ഡിഫറൻസ് ഇത് പറയുന്നുണ്ട്. 50% മെറിറ്റും ബാക്കി 50% സംവരണത്തിൽ കൊടുത്തിരിക്കുന്നത്. 100% സംവരണം അല്ല ഇവിടെ. ആ 50% മെറിറ്റ് ബാക്കിയുള്ളവർക്ക് തന്നെയാണ്. പഠിച്ചാൽ അത് കിട്ടും, പഠിക്കാത്തവർക്ക് അത് കിട്ടത്തില്ല. മറ്റേത് കുറച്ചുകൂടെ ഈസി ഗോ ആണ് എന്നൊരു തോന്നലാണ്, തെറ്റിദ്ധാരണയാണ്. മെറിറ്റ് ഇല്ല, അതിനകത്ത് കൃത്യമായി നിങ്ങൾ എലിജിബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ സംവരണം കൊണ്ടൊരു പ്രയോജനം ഇല്ല എന്നുള്ളത് വസ്തുത. സോ ദാറ്റ്സ് മൈ പോയിന്റ്. ഈ സ്ത്രീക്ക് കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ വീഡിയോ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കോപ്പി പേസ്റ്റ് ഞാൻ ചെയ്തിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയത്തില്ല ഞാൻ എത്രത്തോളം അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത്. അപ്പോൾ എനിവേ ദാറ്റ്സ് ഇറ്റ്. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തോ ഒരു പ്രത്യേകതരം ടീമുകൾ ഇറങ്ങി നിന്നിട്ട്
ഇതങ്ങനെയല്ല അതങ്ങനെയാണ് പണ്ടങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് നന്നായിട്ട് മുന്നേറിക്കൊണ്ട് വന്നോളൂ. നിങ്ങളുടെ സപ്പോർട്ടോ നിങ്ങളുടെ എതിർപ്പോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ലെറ്റ് മീ ഗോ ത്രൂ മൈ ലൈൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിയാൻ പറ്റും. സൺഡേ ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി തരുന്നതുമായിരിക്കും. താങ്ക് യു.